റൂമിലേക്ക് വിളിക്കുമ്പോൾ ഷായിന അവളെയും പോകാൻ അനുവദിക്കുന്നില്ല. അങ്ങോട്ട് പോകേണ്ട, അയാൾ ഉപദ്രവിക്കും എന്നെല്ലാം പറഞ്ഞ് ഷായിന അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക്. അങ്ങനെ അതിൽ ദേഷ്യം വന്ന് അയാൾ ഒരു ദിവസം ആദ്യത്തെ ഭാര്യയ്ക്ക് ഒരു പൊതി കൊണ്ടു കൊടുത്തിട്ട് പറയുന്നു ഇത് അവൾക്ക് പാലിൽ കലർത്തി കൊടുക്കണം എന്ന്. അത് സമ്മതിക്കാതിരിക്കുകയും കുറെ കരയുന്നുമുണ്ട്. പക്ഷേ അവൻ എന്തൊക്കെയോ പറഞ്ഞ് അവളെ സോപ്പിട്ട് അതിൽ സമ്മതിപ്പിക്കുന്നു. അവൾ മനസ്സില്ല മനസ്സോടെ പാലിൽ ആ പൊടി ചേർത്ത് അവളെ മയക്കി ഉറക്കുന്നു. അയാൾ ആ റൂമിലേക്ക് കയറി ചെന്ന് അയാൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യുന്നു. ഇതൊന്നും ഷായിന അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം അവൾ എണീച്ചപ്പോൾ അവളുടെ ശരീരത്തിൽ ഉടുത്തുണി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് അവളെ പുതപ്പിച്ച് കിടത്തിയിരിക്കുകയായിരുന്നു. അവൻ അരികിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവൾ അവിടെ നിന്നും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവനെ ചവിട്ടി താഴത്തേക്കിടുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവൻ ഉമ്മയോട് പറയുന്നു താൻ ഷായിനയുടെ കാര്യം തീർക്കാൻ പോകുകയാണ്, അവൾ തനിക്ക് വഴങ്ങുന്നില്ല എന്ന്. അപ്പോൾ ഉമ്മ പറയുന്നു വാപ്പ 4 കെട്ടിയതല്ലേ, മകനും അങ്ങനെ തന്നെ ആവുകയേ ഉള്ളൂ എന്ന്. പക്ഷേ അവൻ അതൊന്നും കേൾക്കാതെ അവളുടെ വീട്ടിലേക്ക് അവളെയും കൊണ്ടുപോകുന്നു. വീടിന്റെ അടുത്തുവരെ എത്തി അവൻ ബ്രോക്കറെ കാണാൻ പോകുന്നു. അവൾ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവൻ ബ്രോക്കറോട് പറയുന്നു അവളെ മൊഴി ചൊല്ലാൻ പോകുകയാണ്, അവൾ എനിക്ക് വഴങ്ങുന്നില്ല എന്ന്. വീട്ടിൽ വന്ന അവൾ ഉമ്മയോട് കരഞ്ഞു പറയുന്നു എന്നെ ഇനി അങ്ങോട്ട് വിടല്ലേ, അയാൾ വെറുതെ എന്നെ ഉപദ്രവിക്കുകയാണ് എന്ന്. ഉമ്മ അവളോട് ചോദിക്കുന്നുണ്ട് നിന്നെ അവൻ മൊഴി ചൊല്ലിയോ എന്ന്. അപ്പോൾ അവൾ പറയുന്നു മൊഴി ചൊല്ലട്ടെ ഉമ്മ, എനിക്കിനി അയാളുടെ കൂടെ ജീവിക്കാൻ വയ്യ എന്ന്. അങ്ങനെ അവൻ പള്ളിയിലേക്ക് കടലാസ് കൊടുക്കുന്നു. അവിടെ നിന്ന് 3 മൊഴിയും ചൊല്ലുന്ന പേപ്പർ അവർ എല്ലാവരുടെ മുമ്പിൽ വെച്ചും വായിക്കുന്നു. കാര്യം തീർത്ത വാർത്ത കേട്ട് അവൾ സന്തോഷിക്കുന്നു. ഇനി തനിക്ക് പഠിക്കാൻ പോകാമല്ലോ എന്ന് ഉമ്മയോട് അവൾ പറയുന്നു. പിന്നീട് പ്രായമുള്ള ഒരു ആജിയാൽ ബ്രോക്കർ വഴി അവളെ പെണ്ണ് ചോദിക്കുന്നു. അപ്പോൾ അവളുടെ ഉമ്മ പറയുന്നു എന്റെ വാപ്പാടെ പ്രായമുണ്ട് അയാൾക്ക്, എന്റെ മകളെ കൊടുക്കാൻ പറ്റില്ല എന്ന്. അവൾ വീണ്ടും സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു. അവിടെ വെച്ച് അവളെ കുട്ടികൾ കളിയാക്കുന്നു. സാറിന്റെ അടുത്ത് കഴിഞ്ഞ പാഠങ്ങൾ എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ ആ സാർ പറയുന്നു ഞാൻ വീട്ടിലേക്ക് വരാം, വീട്ടിൽ നിന്ന് പഠിപ്പിക്കാം എന്ന്. അങ്ങനെ ആ മാഷ് വീട്ടിൽ വന്ന് അവളെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ തല കറങ്ങി വീഴുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് പരിശോധിച്ചപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് പറയുന്നു. ഇത് ആ മാഷുടെ തലയിൽ കെട്ടിവെക്കാൻ ആ നാട്ടുകാർ ശ്രമിക്കുന്നുണ്ട്. ഇത് വീട്ടിൽ അവളുടെ ഉമ്മ അറിയുമ്പോൾ ആ നിമിഷം തന്നെ ഉമ്മ അവിടെ വീണു മരിക്കുന്നു. പിന്നീട് അവളുടെ പഠിപ്പ് നിൽക്കുകയും അവൾ വീട്ടിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് അവളുടെ ജീവിതം അങ്ങനെ തള്ളി നീക്കുന്നു. ഈ സിനിമ അവസാനിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കേണ്ടിയിരുന്നില്ല അവസാനിപ്പിക്കേണ്ടത് എന്ന് അഭിപ്രായമുള്ളവർ ഒന്ന് കമന്റ് ചെയ്യാമോ? സബ് ചെയ്യാനും മറക്കല്ലേ.